ശരിക്കും മക്കളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പ്രശ്നം കാണാൻ പറ്റും. എന്തിനായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണ നിലയിൽ തോന്നും, നമുക്ക് പ്രായമായിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആകുമ്പോ മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടി എന്നാണെങ്കിൽ ഒരു നഴ്സ് കുട്ടിനെ കിട്ടും. പിന്നെ ആ കുട്ടിനെ ജില്ലാ കളക്ടറാക്കി നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഓൻ നഴ്സ് കുട്ടിനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് കാരണം. ഇതാണ് ഹിബത്ത്. വിശദമായി പറയേണ്ടതാണ്, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിന്റെ മേലെയാണ് ഹദിയ എന്ന് പറയുന്നത്. ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത്. വെറുതെ കൊടുക്കുന്ന മുതൽ തന്നെയാണ്. തിരിച്ചു ചോദിക്കുന്നതോ തിരിച്ചു വാങ്ങുന്നതോ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ആവുകയില്ല. അതേ സമയത്ത് നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന ഒരു സംഗതി ചില ഇമാമുകൾ ഫിഖിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫിഖിൽ പറഞ്ഞിട്ടുണ്ട്. കടം കൊടുക്കലല്ലാതെ നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള കുഴപ്പം ഫളാഇൽ കുറവായിരിക്കും എന്നതാണ്. അപ്പൊ ഈ പറയപ്പെട്ട ഗിഫ്റ്റ് ഹിബത്തിന്റെ ഹദിയയുടെ അർത്ഥത്തിലുള്ള ഗിഫ്റ്റ് അതല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം അങ്ങനെ ഉണ്ട്. പക്ഷെ ഹദിയ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അങ്ങനെയല്ല. അത് ഒഴിഞ്ഞു കൊടുത്ത് തന്നെയാണ്, ഒരിക്കലും മടക്കി കിട്ടുന്നതല്ല. പിന്നെ അങ്ങനെയുള്ളതിന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും, ഒഴിഞ്ഞു കൊടുത്തതല്ലെങ്കിൽ. ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട്, ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലും പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് കച്ചവടം തുടങ്ങിയാലും എവിടേക്കും എത്തൂല എന്ന്. ഏതെങ്കിലും ഒരാളെ ഇടങ്ങേറായ മനുഷ്യന്റെ ശവത്ത് കുത്തല്ല കേട്ടോ, അല്ല ഇതിന്റെ കൂടെ പറയണ്ടേ. ഒരു വകയില്ലായിട്ട് ഓൻ പെണ്ണുങ്ങളെ പണ്ടം വിറ്റാണ്ട് ഒരു പെട്ടിപ്പീട് തുടങ്ങിയതാണ്. ആ മൂല്യര് വന്നതിനാൽ പാക ശിപ്പായി എന്ന് തോന്നണ്ടെന്നർത്ഥം. അതല്ല ഈ വർത്താനം, അതല്ല ഈ വർത്താനം എന്ന് പറഞ്ഞത്. ഇത് രണ്ടിലും ഒരു പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാല്, ഭാര്യയുടെ പണ്ടെടുത്തിട്ട് കച്ചവടം തുടങ്ങിയാല് പൊരുത്തപ്പെട്ട് തന്നതാണെന്ന് പറയേ ചെയ്യുള്ളൂ, പൊരുത്തപ്പെടൂല. പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ്, വാപ്പ മരിച്ചിട്ട് മുതലോരിക്കുമ്പോ അടുക്കളയെന്ന് വിളിച്ചു പറയും, വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു, റോഡ് സൈഡിൽ 3 സെന്റ് അധികം ഉമ്മാക്ക് അളന്നിട്ടാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ്. പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഉണ്ട്, ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഖദീജ ബീവിയാ. ഖദീജ ബീവിയുടെ മുതൽ എത്രയായിരുന്നു എന്ന് ആദ്യം പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സൂപ്പർ മാർക്കറ്റാണ് ഖദീജ ബീവിക്ക്. എന്ത് സൂപ്പർ മാർക്കറ്റ്? ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ആൾക്കാരുണ്ടാവും, 40 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള വാണ്ടവുമാണ് ഒരു കച്ചവട സംഘം. ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിൽ 40 ആളുണ്ട്. സാധാരണ ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ 40 ഒട്ടകപ്പുറത്ത് 40 ആളുണ്ടാവും. അത് 40 വീട്ടുകാരാണ്. ഖദീജ ബീവിയുടെ 40 ഒട്ടകപ്പുറത്തുള്ള 40 ആൾക്കാർ കൂലിക്കാരാണ്. അതാണ് കച്ചവടത്തിന്റെ വ്യത്യാസം. ഒരു കച്ചവട സംഘം പോകുമ്പോ 40 ആൾക്കാർ ഷെയർ ആയിരിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൽ 40 ഒട്ടകം ഉണ്ടെങ്കിൽ 40 ഒട്ടകപ്പുറത്തും കൂലിക്കാരാണ് ഇരിക്കുന്നത്, മുഴുവൻ ഖദീജ ബീവിയുടെ. അങ്ങനെ വർഷത്തിൽ 2 തവണയാണ് കച്ചവടത്തിനുള്ള യാത്ര, ഒന്ന് വേനൽക്കാലത്തും ഒന്ന് തണുപ്പ് കാലത്തും. അത്തരത്തിലുള്ള ഒരു കച്ചവട സംഘത്തിന്റെ ഉടമയല്ല ഖദീജ ബീവി. ധാരാളം കച്ചവട സംഘങ്ങളുടെ ഉടമയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീവി കല്യാണം കഴിച്ചു. ഖദീജ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചു 25-ാമത്തെ വയസ്സിൽ. അപ്പൊ ഖുറൈശികൾ ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി, എത്ര നല്ല നല്ല കല്യാണം വന്നതാ, എന്നിട്ട് ആ പെമ്പറന്നോള് സമ്മതിക്കാതെ വാപ്പി ഉമ്മിയില്ല, സ്വത്തും മുതലുമില്ല, അങ്ങനത്തെ യത്തീംകുട്ടീനെ എടുപ്പ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഖദീജ ബീവി മക്കയിലെ പ്രധാനികളുടെ ഒരു ഭക്ഷണ സദ്യ ഒരുക്കി. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരോടും വരാൻ പറഞ്ഞു. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഖുറൈശികളെ, പ്രധാനികളെ, നാട്ടുകാരെ, ഒരു വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്ന് മുതൽ എന്റെ എല്ലാ മുതലും മുഹമ്മദിൻ്റെതാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ആയിഷ ബീവി ഖദീജ ബീവി വഫാത്തായതിനു ശേഷം മുത്തുനബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങളെന്താ എപ്പോഴും ഖദീജാനെങ്ങനെ പറയണത്?
അതൊരു തള്ളയായിരുന്നില്ലേ? അതിനേക്കാൾ ഖൈറായ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിന്ന, ഖദീജയേക്കാൾ ഖൈറായ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അശ്റകതനി ഫീ മാലിഹാ ഹീന ഹറമനിന്നാസ്, ജനങ്ങൾ എന്നെ ഫഖീർ, മിസ്കീൻ, വാപ്പല്ലാത്തോൻ, മുതലില്ലാത്തോൻ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ അവളുടെ സമ്പത്ത് എനിക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ ഖദീജയേക്കാൾ ഖൈറായ ഒരു സ്ത്രീയെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ പേരാണ് ഹദിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറെന്തിനും ആ പേരിട്ടാൽ ഈ സാധനം ആവൂല. അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് എന്ന് വെക്കാനേ പറ്റുള്ളൂ. ഞാൻ ബാക്കിയുള്ളത് നമുക്കിവിടെ ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇതില് പിന്നെ ഇർസ് എന്നുണ്ടൊരു സാധനം ഉണ്ട്, അനന്തരാവകാശം. അതിപ്പോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ്. ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാം. ഈ അനന്തരാവകാശത്തിന് ഒരു ഹിക്മത്ത് ഉണ്ട്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇതുവരെ ഇരുന്ന മാതിരി ഇരുന്നാലും മനസ്സിലാവില്ല. ഒന്ന് ഉഷാറായിട്ട് നേരങ്ങത്തിൽ ഇരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. സ്വതക്ക കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ്. ഹിബത്ത് കൊടുക്കുന്നതും ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ്. ഹദിയ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. സക്കാത്ത് കൊടുക്കുന്നത് ദാരിദ്ര്യമില്ലാതെയാക്കാൻ എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, സമ്പന്നനെ ദാനം പഠിപ്പിക്കാനാണ്. ഇനി ഇതിന് ഒന്നുമല്ല അനന്തരാവകാശം. ഈ പറഞ്ഞ ഒന്നിനുമല്ല. ഏത്? ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല, ബഹുമാനാർത്ഥമല്ല, ഒന്നുമല്ല. അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം, അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ്. അനന്തരാവകാശത്തിൽ സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാല്, ഇർസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം. അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല, ബാധ്യത സ്ഥിരപ്പെടുത്തലാണ്. ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ. ചിലത് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കുക. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, ഒരാൾ മരിച്ചു, അയാൾക്ക് മുതലൊന്നുമില്ല, 2 പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല. അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട്. ജ്യേഷ്ഠന് ഒരു ആൺകുട്ടിയുമുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. നല്ലോണം ആലോചിക്കണേ. ഒരാൾ മരിച്ചു, അയാൾക്ക് ആൺകുട്ടികളില്ല, 2 പെൺകുട്ടികളുണ്ട്. അയാളെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട്, ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയുണ്ട്, 2 പെൺകുട്ടിയുണ്ട്. അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി 2 പെൺകുട്ടികൾ, ജ്യേഷ്ഠനൊരു മോന്, ജ്യേഷ്ഠന് 2 പെൺകുട്ടികൾ. അയാൾക്ക് ഒരു മുതലുമില്ല. അയാളെ കഫംപുട ആര് വാങ്ങണം? ജ്യേഷ്ഠന്റെ മകൻ വാങ്ങണം. അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം? ജ്യേഷ്ഠന്റെ മകൻ വീട്ടണം. അതൊരു പെണ്ണാന്ന് വിചാരിക്കുക. കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം? ആങ്ങളയുടെ ജ്യേഷ്ഠന്റെ മകൻ കൈ കൊടുക്കണം. എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഓനനല്ലേ കൊടുക്കണ്ടേ? ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്മത്ത്. അത് അവകാശം, അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ ഹിക്മത്ത്. ദാരിദ്ര്യ നിർമാർജനമല്ല.